Hi, welcome back with another video. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് the theory of ധ്വനിയാണ്. Okay. The word ധ്വനി first used in Atharva Veda. The word ധ്വനി means actually when we hear it means the sound or musical sense. But really it means in criticism that the suggested meaning or the indirect meaning. അതായത് നമ്മൾ മലയാളത്തിലെ ധ്വനി എന്ന വാക്യത്തോടെ സാമ്യമുള്ളതാണ് ധ്വനി എന്നുള്ള തിയറി. അതിൽ ഈ വേർഡ് ധ്വനി എന്ന് പറഞ്ഞാൽ ശബ്ദം എന്നുള്ള മീനിങ് ആണ്. പക്ഷേ ക്രിറ്റിസിസത്തിൽ നമ്മൾ പഠിക്കുന്ന ധ്വനി എന്ന് പറയുന്നതിൻ്റെ മീനിങ് സൗണ്ട് അല്ല, അതിൻ്റെ മീനിങ് സജസ്റ്റഡ് മീനിങ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് മീനിങ് ആണ്. നമ്മൾ പറയാറുണ്ട് ഇന്നർ മീനിങ് എന്നൊക്കെ. ഒരു കാര്യത്തിൻ്റെ എക്സ്റ്റേണൽ റീഡിംഗ് അല്ലാതെ ഇന്നർ റീഡിംഗ് എന്ന് പറയില്ലേ, അതുപോലെ തന്നെ. ആൻഡ് ഇറ്റ് വാസ് ഫസ്റ്റ് പുട്ട് ഫോർവേഡ് ബൈ ആനന്ദവർദ്ധന ഹു വാസ് എ 9th century റൈറ്റർ. 9th centuryയിലെ ആനന്ദവർദ്ധനയാണ് ഈ ധ്വനി എന്നുള്ള ടേം കൊണ്ടുവന്നത്. ഇൻ ഹിസ് ട്രീറ്റീസ് ധ്വന്യലോക. നമ്മൾ തിയറി ഓഫ് രസ എടുത്തപ്പോൾ പറഞ്ഞിരുന്നു, കാശ്മീരി എസ്തറ്റീഷ്യൻ ആയിട്ടുള്ള ആനന്ദവർദ്ധന അദ്ദേഹത്തിൻ്റെ ധ്വന്യലോക എന്ന പോയറ്റിക് ക്ലാസിക്കിൽ രസയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ വർക്കിലാണ് അദ്ദേഹം ഫസ്റ്റ് ധ്വനി എന്ന ടേം യൂസ് ചെയ്തിട്ടുള്ളത്. ധ്വന്യലോക മീൻസ് ധ്വനി പ്ലസ് അലോക. ധ്വനി ഈസ് ദ സോൾ ഓഫ് പോയട്രി. അതാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ ഫോക്കസിങ് പോയിന്റ്. വാട്ട് ഹി സേ ഈസ് എ പോംസ് or a text whose potential is acquired only when a person understood about its internal indirect meaning. അതായത് ഒരു വർക്ക്, അതായത് ടെക്സ്റ്റ് ആയിക്കോട്ടെ പോം ആയിക്കോട്ടെ, അതിൻ്റെ പൊട്ടൻഷ്യൽ കിട്ടുക എപ്പോഴാണ് ആ വർക്കിൻ്റെ അല്ലെങ്കിൽ ആ പോംത്തിൻ്റെ ഒരു ഇൻഡയറക്റ്റ് മീനിങ് അല്ലെങ്കിൽ ഇന്നർ മീനിങ് ഉണ്ട്. വാട്ട് ദ ഓതർ മെൻറ്റ് ബൈ ദാറ്റ്. ഓതർ എന്താണ് അതിൽ ഉദ്ദേശിച്ചത്, ആ മീനിങ് അക്വയർ ചെയ്യുമ്പോഴാണ് ആ വർക്കിൻ്റെ പൊട്ടൻഷ്യൽ കിട്ടുക എന്നാണ് ആനന്ദവർദ്ധന പറയുന്നത്. ഓക്കെ, 2 concepts put forward by Anandavardhana are Vajyarth and Vyajnarth. Okay, first one is Vajyarth. It is the expressed meaning, അല്ലെങ്കിൽ എന്ത് പറയാം, ലിറ്ററൽ മീനിങ് എന്നും പറയാം. അതായത് നമ്മൾ വായിക്കുമ്പോൾ, നമുക്ക് ഒരു പോം വായിക്കുമ്പോൾ, ഒരു എക്സാമ്പിൾ നമുക്കൊരു പോം എടുക്കാം. ആ പോം വായിക്കുമ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം, ഓക്കെ, അതിൻ്റെ ഇന്നർ മീനിങ്ങോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടോ പോയിട്ടോ ഒന്നും നോക്കില്ല. നമ്മൾ ഡയറക്റ്റായിട്ട് ആ പോം വായിക്കുമ്പോൾ ആ സ്പോട്ടിൽ നമുക്ക് വായനയിൽ നിന്ന് മനസ്സിലാവുന്ന, ഫസ്റ്റ് റീഡിങ്ങിൽ നിന്ന് കിട്ടുന്ന പ്രൈമറി അണ്ടർസ്റ്റാൻഡിങ്ങിനെ കുറിച്ചാണ്. ആ പ്രൈമറി മീനിങ് ആണ് എന്ത്, വാജ്യാർത്ത് എന്ന് പറയുന്നത്, എക്സ്പ്രസ്ഡ് ഓർ കൺവെൻഷണൽ മീനിങ്. രണ്ടാമത്തത് വ്യജ്ഞാർത്ത്. വ്യജ്ഞാർത്ത് എന്ന് പറഞ്ഞാൽ സജസ്റ്റഡ് മീനിങ് ആണ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സജസ്റ്റഡ് ഓർ ഇൻഡയറക്റ്റ് എലമെൻറ്റ്സ്. ഇത് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. ആനന്ദവർദ്ധന പറയുന്നുണ്ട്, എ പേഴ്സൺ വിത്ത് പ്രഭിത ക്യാൻ ഓൺലി അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് റീഡിങ് ബൈ ജസ്റ്റ് റീഡിങ്. ഒരു ജസ്റ്റ് റീഡിങ്ങിലൂടെ അത് മനസ്സിലാവുന്നത് ആർക്ക് മാത്രമാണ്, പ്രഭിത, പോയറ്റിക് സെൻസ്. പ്രഭിത എന്ന് പറഞ്ഞാൽ പോയറ്റിക് സെൻസ് ഉള്ള ഒരാൾക്ക് മാത്രമേ അത് പെട്ടെന്ന് ആ വായനയിലൂടെ തന്നെ നമുക്ക് അതിൻ്റെ ഇൻഡയറക്റ്റ് മീനിങ് മനസ്സിലാവുള്ളൂ. ആൻഡ് ദിസ് മേക്ക് ദ റീഡേഴ്സ് know what the poet or what the author really meant by this work. ഈ ഇൻഡയറക്റ്റ് മീനിങ് അല്ലെങ്കിൽ സജസ്റ്റഡ് മീനിങ് മനസ്സിലാവുമ്പോഴാണ് നമുക്ക് എന്ത് മനസ്സിലാവുക, ഒരു പോയറ്റ് അല്ലെങ്കിൽ ഓതർ ഈ വർക്ക് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് മനസ്സിലാവുക. അടുത്തത് ധന്യകാവ്യ. ധന്യകാവ്യ ഇസ് ദ പോയട്രി ഇൻ വിച്ച് ധ്വനി തിയറി ഈസ് യൂസ്ഡ് ഇൻ ഇറ്റ്. ധ്വനി തിയറി ഉൾപ്പെടുത്തിയിട്ടുള്ള പോയട്രിയെയാണ് ധന്യകാവ്യ എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ നോക്കുന്നത് 3 types of poetry ആണ്. 3 types of poetry.
ഫസ്റ്റ് വൺ ഉത്തം കാവ്യ അല്ലെങ്കിൽ വ്യജ്ഞാർത്ഥ. ഇതിനെ ബെസ്റ്റ് പോംസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അതായത് ഇതിൽ വ്യജ്ഞാർത്ഥ ആണ് ഇമ്പോർട്ടൻ്റ് എലമെൻ്റ് ആയിട്ട് കൊടുത്തുള്ളത്. ഉത്തം കാവ്യയിൽ അല്ലെങ്കിൽ ബെസ്റ്റ് പോംസിൽ വ്യജ്ഞാർത്ഥയ്ക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതായത് സജസ്റ്റഡ് എലമെൻറ്റ്സ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോംസിനെയാണ് ഉത്തം കാവ്യ എന്ന് പറയുന്നത്. എന്നാൽ സെക്കൻഡ് വണ്ണ് ഗുണിബുധ കാവ്യ അല്ലെങ്കിൽ മാധ്യമ. ഇതെന്ന് പറഞ്ഞാൽ വാച്യാർത്ഥത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. അതായത് എക്സ്റ്റേണൽ മീനിങ് അല്ലെങ്കിൽ കൺവെൻഷണൽ മീനിങ്ങിനാണ് അത്തരം പോയട്രി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ലാസ്റ്റ് വണ്ണ് ചിത്രകാവ്യ. ബൈ ദ വേർഡ് ഇറ്റ് സെൽഫ് നമുക്കതിൻ്റെ വേർഡിൽ നിന്ന് തന്നെ മനസ്സിലാവാം ഇവിടെ പോയട്രി ഈസ് യൂസിങ് എനി പിക്ചേഴ്സ് ഓർ പാറ്റേൺസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത്തരം പോയട്രിയിൽ വാട്ട് വി ക്യാൻ സേ അത് വെർബൽ ടൈപ്പ് ഓഫ് പോയട്രിയാണ്. അതിൽ ധ്വനി ആബ്സെൻ്റ് ആയിരിക്കും. ഓക്കെ, ധ്വനി ഈസ് ആബ്സെൻ്റ് ഇൻ സച്ച് പോയട്രി. അടുത്തത് മെനി ക്രിറ്റിക്സ് ലൈക്ക് പ്രതിഭ രന്ദുരാജ്, കുന്തള, ഭട്ടനായക, ക്ഷേമേന്ദ്ര, മഹിംഭത്ത they argued against ധ്വനി തിയറി ആൻഡ് ആനന്ദവർദ്ധനാസ് പോയിന്റ് ഓഫ് വ്യൂ. അവർ പറയുന്നത് എന്താണ്? ആക്ച്വലി ധ്വനി ഈസ് എ നോൺ എക്സിസ്റ്റൻറ്റ് തിങ് എന്നാണ് അവർ വാദിക്കുന്നത്. അടുത്തത് അഭിനവ ഗുപ്തയുടെ ക്രിറ്റിസിസമാണ്. ഓക്കെ, അഭിനവ ഗുപ്ത ഇൻ ഹിസ് വർക്ക് ലോചന criticized about the theory of ധ്വനി. He gave more importance. Abhinav Gupta gave more importance to rasa. He says that poetry is not explicit, but it is implicit. Also, the soul of poetry is implicit rasa എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ലേറ്റർ അദ്ദേഹത്തിൻ്റെ ഇതിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. ഹി ലേറ്റർ അഗ്രീഡ് ദാറ്റ് ധ്വനി ഈസ് ദ സോൾ ഓഫ് പോയട്രി എന്ന് ലേറ്റർ അദ്ദേഹം അഗ്രീഡ് ചെയ്തിട്ടുണ്ട്. ഇവരുടെയൊക്കെ ക്രിറ്റിസിസത്തിനെതിരായിട്ട് ആനന്ദവർദ്ധന പറഞ്ഞത് എന്താണ്? ധ്വനി ഈസ് ദ സോൾ ഓഫ് പോയട്രി ആൻഡ് ഹി ഈസ് ഇൻ്റഗ്രേറ്റിംഗ് രസ വിത്ത് ധ്വനി. അദ്ദേഹം പറയുന്നത് ധ്വനി കൃത്യമായി മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് രസയുടെ എഫക്റ്റ് പൂർണ്ണമായും കിട്ടുക എന്നാണ് പറഞ്ഞത്. അതായത് രസ ഈസ് ദ എഫക്റ്റ് ഓഫ് ധ്വനി. ധ്വനി ഡീപ്പായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് രസ പൂർണ്ണമായിട്ടും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക എന്നാണ് ആനന്ദവർദ്ധന പറയുന്നത്. അടുത്തത് ജയന്ത ഭട്ട. ഹി ആർഗ്യൂസ് ദാറ്റ് ധ്വനി ഈസ് ഇൻക്ലൂഡഡ് ഇൻ അനുമാന. ധ്വനി എന്നുള്ളത് അനുമാനയുടെ ഒരു ഭാഗമാണ്, ഇൻക്ലൂഡഡ് ആണെന്നാണ് പറയുന്നത്. അനുമാനം എന്ന് പറഞ്ഞാൽ ഇൻഫറൻസ് എന്നാണ് മീനിങ്. Inference means what we can say some type of guessing. Okay, guessing. Next one is Mughala Bhatta. He, according to his view, ധ്വനി is included in ലക്ഷണ. അപ്പോൾ ലക്ഷണ എന്താണ്? നമ്മളതിലേക്ക് വരുന്നുണ്ട്. അതിന് മുன்னாടി ഞാൻ ജസ്റ്റ് പറയാം. ലക്ഷണ എന്ന് പറഞ്ഞാൽ സെക്കൻഡറി മീനിങ് എന്ന് പറയാം. അതായത് ഇന്നർ മീനിങ്, ഇൻറ്റേർണൽ മീനിങ്, ഇൻഡിക്കേഷൻ, അതൊക്കെ അതിൻ്റെ ഒരു വേറെ ഇംഗ്ലീഷ് വേർഡ്സാണ്. ഒരു വർക്കിൻ്റെ സജസ്റ്റീവ് മീനിങ് എന്ന് പറയുന്ന പോലെ തന്നെ ഇന്നർ മീനിങ്ങിനെയാണ് ലക്ഷണ എന്ന് പറയുന്നത്. സോ ആനന്ദവർദ്ധന refused above criticisms and argued that ധ്വനി can be applied to suggested poetry. എങ്ങനെയാണെങ്കിലേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ? ഓൺലി when the suggested poetry predominates over literary sense. ഇതാണ് അദ്ദേഹം എല്ലാ ക്രിറ്റിസിസത്തിനെതിരായിട്ട് ഒരു റിപ്ലൈ ആയിട്ട് കൊടുത്തത്. അടുത്തത് 2 kinds of ideas in poetry. പോയട്രിയിലെ 2 ഐഡിയകളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ വാക്യ മീൻസ് ലിറ്ററൽ എന്നുള്ള മീനിങ് ആണ്. രണ്ടാമത്തത് പ്രത്യമാന മീൻസ് ഇംപ്ലൈഡ്. അപ്പോൾ വാക്യ മീൻസ് ലിറ്ററൽ മീനിങ്, ലിറ്ററൽ ഐഡിയ. സെക്കൻഡ് വൺ പ്രത്യമാന മീൻസ് ഇംപ്ലൈഡ് ഐഡിയ. ഇനി നമ്മൾ നോക്കുന്നത് 2 kinds of
ദ പവർ ഓഫ് പോയട്രി. പോയട്രിയുടെ രണ്ട് പവർ എന്ന് പറയുന്നത് ലെക്സിക്കൽ മീനിങ്ങും മെറ്റഫോറിക് മീനിങ്ങുമാണ്. ലെക്സിക്കൽ മീനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ വേർഡിൽ നിന്ന് തന്നെ അറിയാം, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു സൗണ്ട് ഓർ വേർഡ്സ്. ലെക്സിക്കൽ മീൻസ് വേർഡ്സ്, റിലേറ്റഡ് ടു വേർഡ്സ്, അങ്ങനെ റിലേറ്റ് ചെയ്തിട്ടുള്ള മീനിങ്സ്. വേർഡ്സ് റിലേറ്റഡ് ടു മീനിങ്, മീനിങ് റിലേറ്റഡ് ടു വേർഡ്സ്. സെക്കൻഡ് വൺ ഈസ് മെറ്റഫോറിക് മീനിങ്. മെറ്റഫോറിക് മീനിങ് മീൻസ് മെറ്റഫോറിക്കലി, ഇൻഡയറക്റ്റ്ലി, കമ്പാരബിൾ, അങ്ങനെയൊക്കെ വരുന്ന മീനിങ്സ് ആണ് മെറ്റഫോറിക് മീനിങ് എന്ന് പറയുന്നത്. അടുത്തത് ത്രീ ഫോൾഡ് ഫങ്ഷൻസ് ആണ്. ഇതാണ് ഞാൻ പറയാനുണ്ട് എന്ന് പറഞ്ഞത്. ത്രീ ഫോൾഡ് ഫങ്ഷൻ, അല്ലെങ്കിൽ ഒരു പോയട്രിക്ക് 3 മീനിങ്സ് ആണ് ഉള്ളത്. വാട്ട് ആർ ദ ത്രീ, അല്ലെങ്കിൽ എങ്ങനെ ഒരു പോയട്രിൻ്റെ മീനിങ്, ഒരു പോയട്രി അല്ലെങ്കിൽ പോം വായിക്കുമ്പോൾ അതിൻ്റെ മീനിങ് നമുക്ക് 3 ടൈപ്സ് കിട്ടും. അത് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് അഭിധ. അഭിധ മീൻസ് ഇൻ ഇംഗ്ലീഷ് ഇറ്റ് ഈസ് ഡിനോട്ടേഷൻ. ഡിനോട്ടേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ മീനിങ് അല്ലെങ്കിൽ പ്രൈമറി മീനിങ്. നമ്മളൊരു ടെക്സ്റ്റ് വായിക്കുമ്പോൾ അതിന് സ്വാഭാവികമായിട്ടും ഇൻറ്റേർണൽ മീനിങ് ഉണ്ടാവും, എക്സ്റ്റേണൽ മീനിങ് ഉണ്ടാവും. എക്സ്റ്റേണൽ മീനിങ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ലൈന് വായിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന മീനിങ്, നമ്മളതിൻ്റെ ഇന്നറിലോട്ടൊന്നും പോകുന്നില്ല, ഓൺ ദിസ് ആ സെക്കൻഡ് നമ്മൾ വായിക്കുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരുന്ന മീനിങ്, അതാണ് അഭിധ. എന്നാൽ സെക്കൻഡ് വൺ ലക്ഷണ എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേഷനാണ്. ഇറ്റ് മേ ബി ദ ഇൻഡിക്കേഷൻ ഓഫ് സംതിങ്. അതായത് നമ്മൾ വായിക്കുന്നതിന് ഒരു സെക്കൻഡറി മീനിങ് ഉണ്ടായിരിക്കും. ആ സെക്കൻഡറി മീനിങ്ങിൽ നിന്ന് അത് എന്തെങ്കിലും ഒരു കാര്യത്തെ ആയിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, എന്തെങ്കിലും ഒരു ഇൻഡയറക്റ്റ് മീനിങ് അതിനുണ്ടായിരിക്കും. അതാണ് ലക്ഷണ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ വ്യഞ്ജന. വ്യഞ്ജന എന്ന് പറഞ്ഞാൽ സജഷനാണ്, സജസ്റ്റീവ് മീനിങ്. ഓക്കെ, ഇതിൽ we should get an external and internal meaning from the poem, but the secondary meaning or the lakshana is derived from the context. നമുക്ക് അഭിധ ആൻഡ് ലക്ഷണ both we get from the text, but കോണ്ടെക്സ്റ്റിൽ നിന്നാണ് നമുക്ക് ലക്ഷണ കിട്ടുക. ഓക്കെ, ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. അടുത്ത നമ്മൾ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. 3 types of ധ്വനി. They are വാസ്തുധ്വനി, അലങ്കാര ധ്വനി, and finally rasa dhwani. According to Anandavardhana, rasa is the effect of dhwani എന്ന് പറയുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? It is an important concept. That means rasa is integrating with dhwani. അപ്പോഴാണ് നമുക്ക് രസയുടെ പൂർണ്ണമായി മനസ്സിലാവുക, പൂർണ്ണമായി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക അപ്പോഴാണ്. Okay, then this is all about the essay of this is all about the essay of Kunyunni Raja, and I think you understand the video. If you like, please like and share the video. Okay, then thank you.